എങ്കിലും സ്മൃതി സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ അതിന് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് ഒന്നും ഈ ഗവർണർ വിചാരിച്ചാൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ശശികുമാറിന്റെ പരാതി എന്ന് പറയുമ്പോൾ അതും രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ഗവർണർ തീരുമാനം എടുക്കാൻ പോകുന്നതും രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി. അത് ഉണ്ണി പറഞ്ഞതുപോലെ തന്നെ ആ ക്രൈറ്റീരിയ പൂർത്തിയാക്കിയാലല്ലേ നിങ്ങൾക്ക് പറ്റുള്ളൂ, നിയമപരമായ ഹേഡിൽ ചാടിക്കിടക്കാൻ കഴിയും. സ്മൃതി, അതൊരു ചർച്ചയിലേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പൊ ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഒരു സംസ്ഥാനം അത് ഭയങ്കര കടക്കണിയിലായി പോയാൽ നമുക്ക് ആ സംസ്ഥാനത്ത് ധനകാര്യ പ്രതിസന്ധി ഉണ്ട് എന്ന് പറയാം. ഇവിടെ ഇപ്പൊ എളമരം കരീം രാജ്യസഭയിൽ ഒരു ചോദ്യം ചോദിച്ചു, സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്ന്. നിർമ്മലാ സീതാരാമൻ അതിന് മറുപടി പറഞ്ഞു കഴിയില്ല എന്ന്. അതിൻ്റെ ഇംപ്ലിസിറ്റായ അർത്ഥം എന്താ? നമ്മൾ വായ്പാ പരിധിക്കുള്ളിൽ നിന്നാണ് കടമെടുത്തതെന്ന് കേന്ദ്ര സർക്കാർ സമ്മതിക്കുകയല്ലേ ചെയ്യുന്നത്. അതായത് ആ പരിധി ഉയർത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന പരിധിയുടെ കടം നിങ്ങൾ എടുത്തിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ വലിയ കടക്കണിയിൽപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. രണ്ട്, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തനതു വരുമാനം വർദ്ധിപ്പിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് സ്മൃതി കേരളം. 70% കേരളത്തിൻ്റെ തനതു വരുമാനമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, നികുതി പിരിവിൽ വലിയ രീതിയിൽ വീഴ്ച വരുത്തുക. അക്കാര്യത്തിലും കേരളം ഒരു മാതൃകയാണ്. നമുക്ക് വേറെ ചില കുറ്റങ്ങളുണ്ട്. നമ്മുടെ നികുതി പിരിവ് കാര്യക്ഷമമല്ല എന്നൊക്കെ നമ്മൾ സംസ്ഥാനത്ത് പറയുമ്പോൾ പോലും മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ കേരളം അസൂയാവഹമായ രീതിയിൽ നികുതി പിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്താലേ നികുതിയിൽ 25% വർധനമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ കേരളത്തിലില്ല. പക്ഷേ ഈ ഒരു ഭീഷണി വെച്ചുകൊണ്ട് ഇപ്പോൾ ഗവർണർ ഇപ്പോൾ ഏത് ഘട്ടത്തിലും നമ്മളിപ്പോൾ നോക്കൂ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് 356 വകുപ്പ് പ്രയോഗിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് വാണ്ടഡായ ഒരു സിറ്റുവേഷനിലായിരുന്നു അല്ലല്ലോ. ഒരു റിപ്പോർട്ട് ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കും, ഗവർണറൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് ഇന്ത്യൻ സർക്കാരിൻ്റെ താല്പര്യമില്ലാത്തൊരു സർക്കാർ ഉള്ളപ്പം അപ്പോൾ ഒരു റിപ്പോർട്ട് ഇങ്ങോട്ട് വാങ്ങിക്കുന്നു, എന്നിട്ട് അങ്ങ് നടപ്പാക്കുന്നു. ആ രീതിയിൽ വേണമെങ്കിൽ ഈ പറയുന്ന ഗവൺമെൻറ്റിന് 360 വകുപ്പ് പ്രകാരം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ഈ സ്മൃതി പറയുന്നത് പോലെ ഇവിടെ വലിയ പ്രതിസന്ധിയൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷേ അധികാര മാതൃകയിലാണ് സ്മൃതി. അവിടെയാണല്ലോ പ്രശ്നം. ഞാനിതൊക്കെ ചെയ്യുന്നത്, ഞാനിപ്പോൾ കട്ട് ഷോട്ട് ചെയ്യാൻ പോകുന്നില്ല ആളുകളെ, ഞാൻ ആർക്കും പെൻഷൻ മുടക്കാൻ പോകുന്നില്ല, ഞാൻ നിങ്ങളുടെ പദ്ധതി നടത്തിപ്പ് മുടക്കാൻ പോകുന്നില്ല, ഞാൻ നിങ്ങളുടെ നെല്ല് സംഭരണം പിടിച്ചു വയ്ക്കാൻ പോകുന്നില്ല. ഇതെല്ലാം ചെയ്യും. പക്ഷേ ചെയ്യുന്നതാരാണ്? കേന്ദ്ര സർക്കാരാണ്. അതായത് നിങ്ങളെ ഒരു പാവ സർക്കാരായി അവിടെ നിർത്തിയിട്ട് നിങ്ങൾ കഴിവുകെട്ടവന്മാരാണ്, നിങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാൻ പ്രാപ്തിയില്ല, അതുകൊണ്ട് ഈ സംസ്ഥാനം ഇതാ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് പോയിരിക്കുന്നു, ഇനി ഞങ്ങൾ നടത്തി കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടൊരു പവർ, ഒരു ഓട്ടോക്രസിയാണത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഏകാധിപത്യ പ്രവണതയാണ്. അതൊരു പരമാധികാര സ്വഭാവമാണ്. ആ സ്വഭാവത്തിൽ ഈ സംസ്ഥാനത്തെ കൊണ്ടുപോയി ആക്കാനായിട്ടുള്ളൊരു ശ്രമം ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാകുകയാണ് എങ്കിൽ അതിനുള്ളൊരു ഭീഷണിയാണല്ലോ മൂപ്പരി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 360 പിന്നെ ഈ പറയുന്ന 124 അതിനെ ഒറ്റക്കെട്ടായി നിന്ന് കേരളം ചേർക്കേണ്ടതുണ്ട്. കാരണം അത്തരത്തിലൊരു സാഹചര്യം യഥാർത്ഥത്തിൽ കേരളത്തിലില്ല. അതാണ് പ്രശ്നം. Meet the editors.